ഞങ്ങൾ തൃശ്ശൂരിൽ തന്നെ ബ്രോ. ഈ മലയാളിയാണോ? ഹായ് ഹായ് മലയാളി പേരെന്താ? എവിടെയാ വീട്? എവിടെയാ വീട്? കണ്ണൂര്. കണ്ണൂര്. തൃശ്ശൂർ. തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? തൃശ്ശൂർ. ഇവര് തൃശ്ശൂരാ. ഞാൻ വയ വെച്ചോടാ. അതാരാ? ഹോസ്റ്റലില? പാലക്കാടുള്ള ഹോസ്റ്റലിലാണോ? PG. എന്താ പഠിക്കുന്നത്? ബികോം. എവിടെയാ? ഞങ്ങള് കൊച്ചി. കൊച്ചി. കൊച്ചിയിൽ ഏത് കോളേജ്? SCMS11. പറയില്ല അതല്ലേ. അറ്റത്തെ എവിടെ? കോതമംഗലോ? അവിടെ ഏതാ? അവിടെ അവിടെ ഏതാ? ഏതാ? ഇന്ദിരാഗാന്ധി. ഓക്കെ. പിന്നല്ലാണ്ട് കോളേജ് അറിയാം. എങ്ങനെ അറിയാം? കേട്ടുണ്ട്. ഇവര് പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു. എനിക്കറിയില്ല. ഫ്രണ്ടിന്റെ അച്ഛൻ പ്രൊഫസറാ. ഇതിന്റെ പേര് നിങ്ങളുടെയൊക്കെ പേരെന്താ? ഇത് പാർത്ഥിവ്, രോഹൻ, ആശിഷ്, ആദിഷ്. ചാറ്റനാ നീനാട്ടാ. ചാറ്റനാ നീന കണ്ടാ പറയില്ല. ഇത് സെയിം ബട്ടർഫ്ലൈ. ഇത് ചാറ്റൻ. ഇതാ നീൻ. ഇതാണ് കൂട്ടിലെ മൂത്താള്. ഇത് കൂട്ടത്തിലെ മൂത്താപ്പ. എല്ലാരും ബികോമാ? ഇല്ല, ഞാൻ ലെവല് മാത്രം. ഞങ്ങള് ബിടെക്, ഇവര് ബികോം. ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ചേട്ടനാ ഞാൻ ബികോം. ഇവരൊക്കെ പഠിച്ച് പാസ് ഔട്ട് CMA മനസ്സിലായി. അതെ, ഇവര് മനസ്സിലായില്ല എന്നാ. ഇവർ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും CMA ചേർന്നു. ചേട്ടനും അനിയനും 1 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പൊ തേർഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ. തേർഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ. ജൂനിയർ സീനിയേഴ്സ് അടിയിൽ എപ്പോഴും ഇവരുണ്ടാവും. ഇവർ തേർഡ് ഇയർ പഠിക്കുകയാണെങ്കിൽ ഇവർ സെക്കൻഡ് ഇയറിലായിരിക്കും. എല്ലാം ഞങ്ങള് പാസ് ഔട്ട് അല്ല ഇവരും കഴിഞ്ഞു. ഇതിന്റെ ഉദാഹരണം പറഞ്ഞത്. ഞാൻ CMA പഠിക്കുക. CMA കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇവനും അതന്നെ പഠിക്കണം. ഞങ്ങളിപ്പോ പാസ്സായി ഇറങ്ങി. ഇവൻ എന്നോട് ഒരു കൊല്ലം മുമ്പ്. ഇവ 24. പക്ഷെ ഇവന് ജോലിയുണ്ട്. ഇവര് ചേട്ടന് ജോലിയില്ല. അനിയന് ജോലിയുണ്ട്, ചേട്ടന് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. അതാണ് പറഞ്ഞേ. അതെ, ബികോം കഴിഞ്ഞു ഇവരുടെ. CMA ചെയ്യണ്ട ഇപ്പൊ. അത്രേ ഉള്ളൂ. ഇവൻ ഈ കൊല്ലം പാസ് ഔട്ട് ആയി. സത്യം ബികോം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ഇവര് പറയണു. ഏത് ഇയർ? തേർഡ് ഇയർ. മനസ്സിലായിക്കോളും. ഒരു കൊല്ലം. ഈ കൊല്ലം പാസ് സപ്ലി ഉണ്ടോ? ബികോം അതിനെന്താ പ്ലാൻ? കല്യാണം. ബോയ് ഫ്രണ്ട് ഉണ്ടോ? MBA ചെയ്തോ? കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്? കോളേജ് ലൈഫ് എങ്ങനെയുണ്ട് അവിടെ? MBA ഒരു 2 വർഷം കഴിഞ്ഞിട്ട് MBA ചെയ്യാണെങ്കിൽ ആ 2 വർഷം എന്ത് ചെയ്യും? ജോലിക്ക് പോകും. ജോലിക്ക് പോകും. എക്സ്പീരിയൻസ് ഉണ്ടാക്കിയോ? നല്ല കാര്യം. അതെ, കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല, വെരി ബോറിംഗ്. ആണോ? പരിപാടി ഒന്നും ഉണ്ടാവാറില്ല? പരിപാടിയൊക്കെ നൈസാണ്. പരിപാടിക്ക് ഞങ്ങൾ പൊളിക്കാം. പിള്ളേരൊക്കെ പാമ്പുകളാണോ? അതല്ലേ വൈബ്. പാമ്പ ഇൻസ്റ്റയിലുണ്ടോ? കുഴപ്പമില്ല. ഇൻസ്റ്റഗ്രാം വെറുതെ അടിച്ചിട്ടോ ഇതില് കോളാക്കാം. എനിക്ക് താല്പര്യമുണ്ട്. അടിച്ചിട്ടോ?
കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് കുറച്ച് കഴിയട്ടെ ഇത് കൊറേ നേരം സംസാരിക്കില്ല. കുറച്ച് കഴിഞ്ഞ് ടൈപ്പ് ചെയ്താ പോയി. സംസാരിക്കാതെയോ സംസാരിച്ച് കഴിഞ്ഞു ഓക്കേ മതി. എന്താ ഓക്കെ അയച്ചോ ഇവര് ഇച്ചിരി പിന്നെ പറ. കളിയിലെ ഈ പ്രശ്നം കുറച്ച് കഴിയട്ടെ. നീ ഇപ്പൊ അയച്ചോ കുഴപ്പമില്ല. ചോദിക്കാതെയോ ബികോം ഫിനാൻസ് ആണോ? ചോദിക്കട്ടെ ഡൗട്ട്. എന്താന്ന് ഫിനാൻസ് ആണോ ടീച്ചറെ? എനിക്ക് വേണ്ട ചോറ്. ചോറും കറി എന്താ? ചോറും കറി എന്താണ് ചോറിന് എന്താ കൂട്ടാൻ? ചോറിന് ചിക്കൻ കറി ഉണ്ട്, നിങ്ങൾ ഏത് ബീച്ചിലാണ് നിങ്ങളുടെ ചോറ് ചെറുപയറ്, മീൻകറി, അച്ചാറ്. ലാവിഷാണല്ലോ നീ ഒറ്റയ്ക്കാണോ റൂമില്? അല്ല അപ്പുറത്ത് പെൺകുച്ചിനെ കണ്ടില്ലേ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒറ്റയ്ക്ക് ആരുണ്ടാക്കിയ? ഈ ഒറ്റ റൂമില്? കുറച്ച് വീട്ടിൽ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് വന്നതാ. വീട്ടിലുണ്ട് ഇവിടെ ഫ്രണ്ട്സ് എവിടെ നീ മാത്രമേ ഉള്ളൂ നിന്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ ഇരിപ്പുണ്ട്. കാണിച്ചോ അവരൊക്കെ ലോയൽ ഗേൾ ഫ്രണ്ട്സ്. അതിന് ഞങ്ങള് എന്തൊരു ഇല്ലല്ലോ കാഴ്ചയല്ല പറഞ്ഞോളൂ. വിഷമായിടാ ഒരുമാതിരി കൊച്ചിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടോ അവര് വരില്ല. അവരവരെ ബോയ് ഫ്രണ്ടിനോട് ചതിക്കുന്നവരൊക്കെയാ. കൊച്ചിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടോ കുട്ടി സിക്കിളല്ലേ? എനിക്കപ്പൊ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ. സത്യം. അതെ പിന്നെന്താ വിശേഷം അവിടെ സുഖം. എനിക്ക് ഇഷ്ടപ്പെട്ടു ചോറ് എന്ന് കഴിഞ്ഞാ സംസാരിക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോറ് കഴിച്ചു പേരെന്തായിരുന്നു? രോഹൻ, ആശിഷ്, ആദിഷ്, പാർത്ഥിവ്. ദിയ അല്ലേ? അയ്യോ നേരത്തെ പറഞ്ഞിട്ടായിരുന്നില്ലേ? ദിയ ഫുൾ പക്ഷെ എന്റെ ശരിക്കുള്ള പേര് ദിയാന്നല്ല കേട്ടോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പേര് ശരിക്കുള്ളതല്ല. അല്ല അതെ ശരിക്കുള്ള പേര് പറയും. ഈ നിങ്ങളുടെ ശരിക്കുള്ള ശരിക്കുള്ള പേര് അത് തന്നെയാ. അമ്മ സത്യം എന്റെ പേര് പാർത്ഥിവ് നാട്ടാ ഞാൻ കള്ളം പറയല്ല ആദിഷ് ആശിഷ് ആദിഷ് ആശിഷ്. ആ പേര് സാമ്യം കണ്ടോ? ചേട്ടനും ആദിശ എനിക്ക് ഇത്ര ഇതായിട്ട് കള്ളം പറയാമെന്ന് അറിയില്ല. അതെ ഞങ്ങള് ആദ്യം മൊത്തം ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല. അല്ല അത് പറഞ്ഞാല് കാര്യം കേട്ടോ അത് പറയേണ്ട എന്നാലും സമൂഹത്തിൽ മോശമായ ചെക്കന്മാരും ആ ശരി പേര് പറ. ഉണ്ട് ഉണ്ട്. ശരി അവരെന്നെ സമ്മതിച്ചു. നോക്കിയാണ് പറയാ. പേര് എന്തിട്ട് ശരിക്കുള്ളത്? പേര് പറ. പേര് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്റെ പേര് കുറച്ച് വെറൈറ്റി. ആ ആ പറ ലക്ഷ്മി നല്ലാണോ എന്താ പേരെന്താ? നിത്യ ഭയങ്കര വെറൈറ്റി. വേറെ ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങക്ക്? കൃത്യാന്ന് പേര്. കൃത്യ എനിക്ക് 3 ഹൃദയ അറിയാം ഞാൻ നിത്യാന്ന് കേട്ടെ. കൃത്യ കൃത്യ കേട്ടെ. ഓ കൃത്യ നിത്യാർന്നു ഭേദം. കൃത്യല്ല കൃത്യ. ഹൃദയനെ അറിയാം ഹൃദയനെ അറിയില്ല ശരി ഹൃദയനെ അറിയാം കൃത്യ എന്നുള്ള പേരപ്പൊ ഭയങ്കര ഇതാവും. ഇൻസ്റ്റയിൽ അടിച്ചാൽ കിട്ടും. അടിക്കാനുള്ള പ്ലാനിലാണ് നിന്റെ പേര് ചോദിച്ചപ്പോ ആ അത് പേരൻസ് എന്റെ പേരൻസാ കിട്ടും. ഞാൻ മാത്രല്ലേ ഉള്ളൂ. ആ പിന്നെ നോക്കാം. ഫുൾ ടൈം എന്തായിരുന്നു? അച്ഛന്റെ പേരെന്താ? അതെന്ത് അടിച്ചാ കിട്ടില്ല. ഫുൾ ടൈം കിട്ടും എന്താ? എനിക്ക് ആ അച്ഛന്റെ എന്ത് കിട്ടും എന്ത് കിട്ടും? സ്കോർ ഒന്നും ഇല്ലാതെ കൊച്ചിന് ഒന്നുമില്ല. വാല് ചോദിച്ചതാണ് വാല്. ഫുൾ നെയിം ആ കൃത്യ കഴിഞ്ഞിട്ട് എന്താ? കൃത്യം അണ്ടർസ്കോർ ഒന്നും ഇല്ലാന്ന് ആ ഒന്നുമില്ല എന്നല്ലേ? ആ. ഓക്കെ. ഇല്ല. അണ്ടർസ്കോർ ഒന്നുമില്ല. ഇൻസ്റ്റയില് വലിയ കോഴിയാ വേണമെങ്കിൽ ഇത് ടൈപ്പ് ചെയ്തിട്ടോ പിന്നെ വേഗം കിട്ടും. ടൈപ്പ് ചെയ്തിട്ടോ എങ്കിൽ വേഗം കിട്ടും. നിന്റെ ഫ്രണ്ട്സിലെ തപ്പിയാ മതി കിട്ടും. തപ്പിയേ നിന്റെ ഫ്രണ്ട്സ് എന്ത് കഷ്ട നിന്റെ ഫ്രണ്ട്സിന്റെ ലോയൽ ബോയ് ഫ്രണ്ട്സ് ഒക്കെ അതേ കോളേജിൽ തന്നെയാണോ? കിട്ടില്ല കിട്ടില്ല. എന്താ നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലോയൽ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ സെയിം കോളേജിൽ തന്നെയാണോ? അല്ല മനസ്സിലായോ? പറഞ്ഞു മനസ്സിലാവും. നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഭയങ്കര ലോയലാന്ന് പറഞ്ഞില്ലേ? ഫ്രണ്ട്സിന് കുറെ ബോയ് ഫ്രണ്ട്സ് ഇല്ല. ഒറ്റ ഒറ്റ ബോയ് ബോയ് ഫ്രണ്ട്. ഫ്രണ്ട് തന്നെ അവര് ആ കോളേജിൽ തന്നെയാണോ? അല്ല 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 ഒരാളുടെ ഇവിടെ അല്ല. രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഇത് പ്രൈവറ്റ് ഇത് ഫോളോ ചെയ്യണ്ട. മറ്റേത് മറ്റേ ഇതാണോ? സാരി. മറ്റേ പേര്? ആ എന്നാ മതി. അയച്ചിട്രാ. റിക്വസ്റ്റ് ഇട്ടുണ്ട് ഇവരൊക്കെ ഞാൻ രോഹന്റെ ഫോൺ കിട്ടുന്നുണ്ട് കേട്ടോ. അതവന്റെ ഫോണാ. എന്താ
രോഹിത് ഫോണിൽ റിക്വസ്റ്റ് ഇട്ടുണ്ട്. ഇവരാരും അക്സെപ്റ്റ് ചെയ്യണ്ട. ഞാൻ ഇട്ടില്ല കേട്ടോ. ഞാടാ എന്നെ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇവരൊക്കെ ലോയൽ ബോയ് ഫ്രണ്ട്സിനകത്ത് ഉണ്ട് കാട്ടെ. ഇവർ രണ്ടുപേരും ലോയൽ ഗേൾ ഫ്രണ്ട്സ്. പറയണ ആ അപ്പൊ ഓക്കെ, വേറെന്താ? പിന്നെ കണ്ടന്റ് നിങ്ങൾ ചോദിക്കേ. എന്തെങ്കിലൊക്കെ പറയില്ലേ. നിങ്ങളൊക്കെ ചോറ് കഴിച്ചാ? കഴിച്ചു. ആ ഇവര് കഴിച്ചിട്ടില്ല, ഞങ്ങള് കഴിച്ചു. എന്താ കഴിക്കാഞ്ഞേ? ആ കഴിച്ചില്ല. അമ്മ പറഞ്ഞ കഴിച്ചിട്ട് പോകാൻ കേട്ടില്ല. നിങ്ങളിപ്പോ എവിടെ താമസിക്കുന്നേ? തൃശ്ശൂർ. അല്ല ഇതിപ്പോ എന്റെ വീട്ടിലാ. എന്റെ വീട്ടിലല്ലായിരുന്നു കൂടി വന്നതാ. പഠിക്കുക. ഞങ്ങൾ ഈ കൊല്ലം പാസ്ഔട്ട് എല്ലാവരും. എല്ലാരും പാസ്പോർട്ട് ഇവൻ ജോലിക്ക് കയറി. ഞാൻ കേറാൻ പോണല്ലോ. ഞാൻ പണി കണ്ടിരിക്കുക. മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അൺഎംപ്ലോയ്മെന്റ് നിർത്തി. MBA ആണോ? എംടെക് ബിടെക്കിന്റെ. എനിക്കറിയാം. അത് ആലോചിച്ചപ്പോ ചോദിച്ചതാ. ഞാനിവിടെ നോക്കിയതാ നോക്കട്ടെ ആര് ഒരാളെ. ആരാന്ന് നോക്കിയാ ഇവിടെ 12 പെൺപിള്ളേരില്ലേ, അപ്പൊ ഓരോരുത്തരും നോക്കും. അതെവിടെയത്? 6 പേരാന്ന് പറഞ്ഞിട്ട് 12 ആയപ്പോഴേക്കും എന്റെ റൂമിലാണ്, ഇവിടെ 6 ഉണ്ട്. എല്ലാരും ഒന്നിച്ചു വന്നു. ഞങ്ങളെ കണ്ടപ്പോ നോക്കട്ടെ. 2 അപ്പാർട്ട്മെന്റ് ആണ്. ഇതിങ്ങനെ നോക്കി ഒറ്റ ഇങ്ങനെ തിരിച്ചിട്ട് വെച്ചാൽ ഒറ്റ No. മതി. ഇന്നെ കണ്ടാ മതി. ആ അത് മതി, കുഴപ്പമൊന്നുമില്ല. അത് മതി. എന്താ അവരെന്തെങ്കിലും പറയണ്ട? കൊച്ചിന് മാത്രം ഒരാളിപ്പോ വരും, ഒരാള് ഇപ്പൊ വരും. ആ സിംഗിൾ ആവൂല്ലേ? അല്ല ആ കുട്ടി കമ്മിറ്റഡ് ആണ്. നിനക്ക് മാത്രം എന്താ ബോയ് ഫ്രണ്ട് ഇല്ലാതെ? ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ കൂട്ടത്തില്. കയ്യിൽ അല്ല നിനക്ക് മാത്രം എന്താ ബോയ് ഫ്രണ്ട് ഇല്ലാതെ? ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ കൂട്ടത്തില്. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ എന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ചിലവര് നല്ലവരുണ്ടാവൂലോ. നല്ല ശീലം തേപ്പ് കിട്ടിയ നല്ല ശീലം. തേപ്പ് കിട്ടിയില്ലേ? ആരാ? എന്താ കഥ പറയും? കഥ പറയും. ഞങ്ങളുടെ പിന്നെ കഥയും കൂടെ പറയാം. കുഴപ്പമില്ല, ഞാൻ മെസ്സേജ് അയക്കാം. അപ്പൊ പറഞ്ഞാ മതി. അല്ല ഞാൻ പെൺകൊച്ചിനെ കണ്ടപ്പോൾ അവനങ്ങ് പോയി. നല്ലത് നോക്കി പോയി. ഞാൻ പറയും ഇവന്റെ എക്സ്പീരിയൻസ് അതേ അവസ്ഥയാ. ഞാൻ പിന്നെ കമ്മിറ്റഡ് ആന്ന് പറഞ്ഞു. അതൊക്കെ പഴയ ഇപ്പൊ അടുത്ത് കമ്മിറ്റഡ് ആയി. അതിന് മുമ്പ് ഒരു കഥ ഇവനാണ് കൂട്ടത്തില് ലോയൽ. ഞാൻ മെസ്സേജ് അയക്കുമ്പോ റിപ്ലൈ ആണല്ലോ കേട്ടാ. ഇവൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കണ്ട് എനിക്കാരുമില്ല. എനിക്കില്ല. ഇവർക്കൊക്കെ പെണ്ണുങ്ങളുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കില്ല. ചതിക്കും ഉറപ്പാ. അങ്ങനെ വേണം, ചെക്കന്മാരായ അങ്ങനെ വേണം. എന്ത് ചതിക്കണ? എടുത്തോ ഇവൻ രോഹണ്ട് ചതിക്കണ്ടെന്നല്ലേ പറഞ്ഞേ. ഓ ചതിക്കരുതല്ലേ? ഓക്കെ. പെണ്ണുങ്ങള് മോശമൊന്നല്ല, സത്യം ഉള്ള കാര്യല്ലേ പറയണേ. നല്ല പെണ്ണുങ്ങളും ഉണ്ട്. ആ അപ്പൊ നല്ല ആണുങ്ങളും ഉണ്ട്. ഉണ്ട്, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന മൊത്തം ഒരു ലബ്ബർ ഉണ്ട്, പിന്നെ 5-6 സെറ്റപ്പുകളുണ്ട്. ആ ആണുങ്ങളായി അങ്ങനെയൊക്കെ ഉണ്ടാവും. തൃശ്ശൂരിലെ ഗഡികൾക്കൊന്നും അങ്ങനെയില്ല. തൃശ്ശൂരിലെ ഗഡികൾക്കൊന്നും അങ്ങനെയില്ല. തൃശ്ശൂരുകാരി ഇവിടെ ഉണ്ട്. എവിടെയാ വീട്? എവിടെയാ? പറയണ്ടാവില്ല അല്ലേ? ലോയല് ബോയ് ഫ്രണ്ടില് ലോയലാവൂല്ലേ? നിങ്ങളെവിടെ പറയാൻ എന്താ ഞങ്ങള് മോര ചിക്കൻ കറി ഫുഡ് കണ്ട അങ്ങോട്ട് നോക്കിക്കോളോ. ഓ കോഴിക്കോട് എനിക്കറിയത്തില്ല. അതെ, ഒന്നും ഇങ്ങോട്ട് നോക്കൂ. ഒരു മോര് പോയപ്പോ അങ്ങോട്ട് നോക്കിക്കോളോ. ഫുഡ് ഈസ് ഫുഡ്. ആ അത്രേ ഉള്ളൂ. എന്താ തൃശ്ശൂരുകാര് എവിടെയാ? നിങ്ങളെവിടെയാന്ന് പറയുക പൂങ്കുന്നം. പൂങ്കുന്നം ടൗണിലെ പൂങ്കുന്നം. ഹാർട്ട് ഓഫ് തൃശ്ശൂർ. വരട്ടെ. ടൗണില് തന്നെയാ പൂങ്കുന്നം. പൂങ്കുന്നത്തെവിടെ?
പൂന്നത്തെ ഹരിശ്രീ സ്കൂളിന്റെ ബാക്ക് ഗേറ്റില്. ഇവന്റെ വീട് ഹൈ സ്കൂളിന്റെ അവിടെ. അറിയോ? കേട്ടിട്ടുണ്ട്. അത് ശരി. എവിടെയാ വീട്? എവിടെയാ ഇപ്പോ? ഞാന് പാവർട്ടി സൈഡാ. പാവർട്ടി പള്ളിയുടെ എവിടെയാണോ? അവിടെ ഒന്നല്ല, ഞങ്ങള് വേറെ കുറച്ച് പോണം. മുല്ലശ്ശേരിയാണോ? മുല്ലശ്ശേരി പറപ്പൂര് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. പറപ്പൂരാ? ആ കേട്ടിട്ടുണ്ട്. ആ പറപ്പൂർ ഞാൻ ഈ അടുത്ത് പോയിണ്ടാവും. എന്റെ അച്ഛമ്മയുടെ വീട് ചാവക്കാട്. അവിടെ ഒരു സ്പോർട്സ് അവിടെ ഉണ്ട്. ആ, FC ഒക്കെ ഉണ്ടല്ലോ അവിടെ. ആരുണ്ടോ? എന്ത് ഞാൻ എന്നെയാ? ഏതാണ്ടൊക്കെ പറയും. FC ഫുട്ബോൾ ആ അതന്നെ, അവിടെ ഒരു സ്പോർട്സ് അവിടെ ജേഴ്സി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ വീട്ടിലുള്ള കളിക്കില്ലേട്ടാ, വെറുതെ എടുക്കാൻ കൂട്ടുകാരന് വേണ്ടിയാ ജോ. പ്ലേയേഴ്സ് ഒന്നുമല്ല. മേലാണെങ്കിൽ ഒരു പണി എടുക്കാറില്ല. നോക്കട്ടെ തൃശ്ശൂരുകാരി നോക്കട്ടെ. തൃശ്ശൂർകാരിനെ നോക്കട്ടെ. ലോയൽ ഗേൾഫ്രണ്ട് എന്തിനാ ഇത് ജൂനിയർ ആണ്. ജൂനിയർ ഇത് ലോയലല്ല, ഇത് ടോക്സിക് ആണ്. ടോക്സിക് ദേ, ഞാനാണ് ടോക്സിക്. ഞാൻ ടോക്സിക്. ഞാൻ ഇവരൊന്നും കാണിക്കാത്ത. ഓ അവൾക്ക് അവളെ പൊസസീവ്നെസ് ആണോ? ചെലപ്പോ അവരെ കാണാൻ നല്ല ലുക്ക് ആവും. അതാവും. അവർക്ക് താല്പര്യം ഇല്ലവരാ. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞങ്ങൾക്ക് താല്പര്യമില്ല, വേണ്ട. എനിക്ക് താല്പര്യം ഉണ്ട്. നാളെ സിഗ്മയാണോ? സിഗ്മ. ആ ഇവൻ സിഗ്മ. ഇവരെല്ലാം തൃശ്ശൂരാന്ന് തോന്നുന്നു. ഞങ്ങള് 4 പേര് തൃശ്ശൂരാ. ആ, നാലുപേരും തൃശ്ശൂരാ. ഞങ്ങള് കൂടുതൽ 5-ാമനോ. ഞങ്ങളെ കാണിച്ചു കൊടുക്കണ്ട. അഞ്ചാം കാലത്ത് ഞങ്ങളെ കാണിച്ചു കൊടുക്കണ്ട പിന്നെ. ആ, കണ്ട് കാണണ്ട. കാണാൻ പറ്റില്ല, അവർക്ക് ഞങ്ങളെ കാണാം. അത് വെറുതെ പരിപാടിയാ. അല്ല അതിന് പേരെന്തായിരുന്നു? ഞങ്ങൾക്കുണ്ട് വില. അവളുടെ മോളുടെയോ? അവളുടെ മോളെ ഇഷ്ടം ഒരു വേറെ വല്ല പേര് പറയും. വേണ്ട പറയണ്ട. ഇഷ്ടായിന്ന ആരെയാ? ഇതില്ലല്ല, പേടിക്കണ്ട. എന്നെയാണോ? പൂജ. ആ പുതിയ പേര്. പുതിയ പേര് ഫ്രഷ് ആളൊരു ഐശ്വര്യ. ചതിച്ചു. ഫോളോയിങ്ങില് നോക്കാം. ഐശ്വര്യം ഉണ്ട് എന്റെ ഫോളോയിങ് ലിസ്റ്റില്. എല്ലാവർക്കും വിടാലോ. നിരത്തി വിടാ. ആ വിട്ടോ. എന്റെ പേര് പറഞ്ഞു കൊടുക്കാം. എനിക്ക് എത്ര പറയാ. ഫ്രണ്ട്സാന്ന് പറയും, അത്രേ ഉള്ളൂ. തൃശ്ശൂരിലെ കെട്ടികളെന്ന് പറയും. ഭൂമികളെ വന്നിട്ടുള്ള ഫ്രണ്ടാവും പറയല്ലേ. ഇല്ല, ഞങ്ങൾ കൃത്യയുടെ കോളേജിൽ വന്ന ഒരു പരിപാടിക്ക് വന്ന് പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയതെന്ന് പറയും. ആ ദേവി ബസ്. ചേച്ചി കൊറേ ചേച്ചി ചേച്ചി അത് ജൂനിയറാ. നല്ല പ്രായം ഉണ്ടല്ലേ? എന്ത്? അവര് ജൂനിയറാണ്. ആ, മനസ്സിലായി. JB ഫെസ്റ്റിവൽ അതെന്താ? ഞാൻ കോളേജ് നിങ്ങളോട് ഏതാ പറഞ്ഞത്? ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ദിരാഗാന്ധി ഫസ്റ്റ്, നോട്ട് ദേവി ഫസ്റ്റ്. ഓക്കെ, എപ്പോഴാ ഇന്ദിരാഗാന്ധി ഫെസ്റ്റിവൽ? എപ്പോഴാ ഞങ്ങൾ വരാം? ഇന്ദിരാഗാന്ധി വരും. ഇന്ദിരാഗാന്ധി ഫെസ്റ്റിവലിൽ ഞങ്ങൾ 4 പേരും വരും. ഞാനും വരാം. ഞാൻ ഇന്ദിരാഗാന്ധിയിലൊന്നും അല്ല. ഇത് ഫുള്ള് ടെസ്റ്റ്. നീ എത്ര വയസ്സുണ്ട്? സത്യം പറ, സത്യം പറ, നീ പഠിക്കുന്നതാണോ? പെണ്ണെന്നെയാണോ? എന്താ പറഞ്ഞ? ജയഭാരത്. വരൂ ദേവിക. പുതിയ ആളെത്തി. എവിടെ? ജയഭാരത്. ആ ശരി. അതേതാ? ജയഭാരത്. അത് കോളേജ്. ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. എവിടെ? ദേവിക എവിടെ? ദേവിക വരും. പാത്രം കഴുകല. നിങ്ങളുടെ PG നിങ്ങളൊക്കെയാണ് പാത്രം കഴുകുക? നിങ്ങൾ തന്നെയാണ് പാചകം ചെയ്യുന്നത്? പിന്നെ പണിക്കാരി. പണിക്കാരി ലാഭിക്കും. വരൂ ദേവിക. വാസന്തി. ദേവിക. വാസന്തിയോ? അംബികനെ വിളിക്ക. അംബിക വരും ഇപ്പോ. ദേവിക എവിടെയാ? ദേവിക എവിടെയാ സ്ഥലം? ദേവിക നീ ഇപ്പുറത്തെ സൈഡ് വാ. ദേവിക എനിക്ക് ഈ സൈഡ് വേണം. തട്ടി സ്ഥലം എവിടെയാ? ഇവിടെ വാ. ദേവിക. ദേവികയ്ക്കാണോ ലോയൽ ബോയ് ഫ്രണ്ട് ഉള്ളത്? ദേവികല്ലേ നേരത്തെ കണ്ടത് ഇങ്ങനെ ചിരിച്ചപ്പോ? അതെ. ഈ കൊച്ചിനാണോ ലോയൽ ബോയ് ഫ്രണ്ട് ഉള്ളത്? അല്ലല്ല, അത് വേറെ. അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. 4 വർഷത്തെ റിലേഷനാ. നീ നടന്നോ? സോറി, 2. നീ നടന്നോ?
അല്ല വേണമെങ്കിൽ വിചാരിച്ച സെറ്റ് ആക്കുമല്ലോ. വേണ്ട, ഞാൻ വിചാരിക്കുന്നില്ല, എനിക്ക് താല്പര്യം കിട്ടില്ല അല്ലെങ്കിൽ പേടിക്കണ്ട. ഇങ്ങനെ നടക്കാമല്ലോ. ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും നടക്കാമല്ലോ അങ്ങനെ. തേക്കും ഒരു സെറ്റപ്പ് 2-5-6 ലവർ ബെസ്റ്റ് എന്തിനാ വെറുതെ ആണുങ്ങളായ അങ്ങനെ കോളേജിൽ ആരെങ്കിലും പുറകെ കിടക്കണ്ട പിന്നെ ഇന്ത്യ വിഷമണ്ടല്ലേ? ഏയ് ഞങ്ങളുടെ കോളേജിൽ മൊത്തം കമ്മിറ്റഡ് ആണ്, അതാണ് പ്രശ്നം. ആര് ചെക്കന്മാര് ഇതെന്തി കണ്ടില്ല, ലൈക്ക് ചെയ്തിട്ട്. എന്താ പോസ്റ്റർ അതെ, ഇപ്പഴത്തെ സൈഡിൽ അവള് സ്റ്റേഡിയല്ല, അവിടെ ഇരുന്നോട്ടെ. എനിക്ക് ഈ സൈഡ് വേണം. നല്ല പ്രായം ഉണ്ടല്ലോ. ആ കണ്ടു 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 കണ്ടു, മറ്റേ കൊച്ചിനെ കണ്ടു. കണ്ടു. മറ്റേ ബൈ. ഏയ് ആ മെസ്സേജ് അയക്കാം, റിപ്ലൈ ഇല്ല, ഞാൻ റിപ്ലൈ പ്രായം ആർക്കാരാ പറഞ്ഞ പ്രായം ഉണ്ടെന്ന്. ആ പ്രായമൊന്നുമില്ല. അവള് എന്റെ ഏജാ കേട്ടോ, അവള് 3rd year. നിനക്ക് എത്ര വയസ്സുണ്ട്? 20? 21. ആ ഞാനും 21 21 ഓ 21 23 22 22 22 സെയിം പട്ടിയാ പട്ടി. ആ ഞാൻ പോയാലോ. വേഗ വീട് എവിടെയാ? പാലക്കാട്. ഈ കൊച്ചു പറഞ്ഞ പാലക്കാടാണ് വീട്. മറന്നുപോയി. അവര് പിന്നെ സുഖല്ലേ? സുഖല്ലേ? ഫുഡ് കഴിച്ചാ? കഴിച്ചു. എന്താ കഴിച്ചേ? ചോറ്. വേറെ ചോറ് തന്നെ. റിക്വസ്റ്റ് ഇടാം. കിട്ടത്തില്ല, അനഘൻ തപ്പണം കേട്ടോ. അനഘ ശരിക്കുള്ള പേര്. അതെ, ഞങ്ങള് ജയഭാരത് കോളേജിലേക്ക് വരുന്നുണ്ടോ ഒരു ദിവസം? അത്രയ്ക്ക് അന്വേഷിച്ച് വരാനുള്ളതൊന്നുമില്ല. ഫെബ്രുവരി ഞങ്ങളുടെ JB ഫെസ്റ്റ് വന്നോ. ഡേറ്റ് എപ്പോഴാ? ഇന്ദിരാഗാന്ധി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് തെറ്റി പറഞ്ഞു. 11, 12, 13. ഞങ്ങള് വരും, ഞങ്ങൾ ഉണ്ടാവും അവിടെ. കാണണം കേട്ടു. അവിടെ വലിയ വെറുതെ അതെ അവസാനം അല്ല അല്ല അല്ല, നോക്കിക്കോ എന്റെ ഫോളോയിങ് ലിസ്റ്റ് നോക്കിയോ, JB ഫോളോ ചെയ്യുന്നുണ്ടോ? റിക്വസ്റ്റ് ഇട്ടാ ഞാൻ റിക്വസ്റ്റ് ഇട്ടു, എന്റെ അക്കൗണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടാ മതിയോ? ജയഭാരത് കോളേജ് ഫെസ്റ്റിവലിൽ ഞങ്ങള് 4 പേരും ഉണ്ടാവും. ഇവൻ ചിലപ്പോ ഉണ്ടാവും ജോലിയിൽ. വരും. ഓട്ടോ നാളെ മിനി ഓട്ടോ ഷോ ഉണ്ട്. എന്താ ഓട്ടോറിക്ഷ? നാളെ നെയിം റിവീലിംഗ് ഇവിടെ ലാസ്റ്റ് പരിപാടി. നിങ്ങൾ കഴിഞ്ഞൂലേ? ഇത് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിയില്ലേ? കോളേജിൽ മിസ് ചെയ്യോ നിങ്ങള്? എവിടെന്ന് കോളേജ് മിസ് ചെയ്യോ നിങ്ങള് കഴിഞ്ഞ? എന്താണ് ഇവിടെ കുറച്ച് ലെസ്ബിയൻ ടീംസ് ഒക്കെ ഉണ്ട്, അതാണ്. അതാണോ അതെ, ഞങ്ങൾ LGBT സപ്പോർട്ടിന് ആൾക്കാരാട്ടാ. ഞങ്ങള് അങ്ങനെ ഹോമോഫോബിക് ആൾക്കാർ ഇല്ല, ലെസ്ബിയൻസിനെ മാത്രം. പറ്റിയൊന്നുമില്ല. ഇതേതാ ബുക്ക്? ലെസ്ബിയന്റെ ബുക്ക്? ലെസ്ബിയന്റെ ബുക്കോ? ഇത് തലയിരിഞ്ഞ കണ്ട അമ്മയാ. അഭിമന്യു. എന്താന്ന്? അഭിയാനന്ദം. നിങ്ങൾ ഈ അടുത്ത് കണ്ട ഫിലിം ഏതാ? ഇഷ്ടപ്പെട്ട? എന്ത് പ്രായത്തിന് ഇഷ്ടായോ അതോ? എനിക്ക് മറ്റേ പെണ്ണിനെ ഇഷ്ടമായി. മറ്റേ പെണ്ണോ? അവളെ ഗേൾ ഫ്രണ്ട്.
എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടെ. വേണ്ട സാധനം. മൈൻഡ് ചെയ്യണ്ട. മറ്റേ പെണ്ണിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്ത് ഇഷ്ടപ്പെടാൻ ചോദിച്ചേ? അവന് ദേഷ്യം വരും കേട്ടോ. അവന് ഡെലിവറിനെ പറ്റി പറഞ്ഞ ദേഷ്യം വരും. അവൻ ഇച്ചിരി അത്ര കൊള്ളു. മറ്റേ അവന് സാധ്യം. സാധ്യം മറ്റേ പെണ്ണല്ലേ? അവള് നല്ല, എനിക്ക് അവളെ ഇഷ്ടം. അവള് കൊള്ളാം, നല്ല പെണ്ണില്ലായിരുന്നു. മറ്റേ പെണ്ണില്ലേ ബണ്ണും ചാറും കഴിക്കണില്ലെന്ന് പറഞ്ഞ് ആ പെണ്ണ്. അതന്നെ പ്രീതി മുകുന്ദൻ. ബണ്ണും ചാറും കഴിക്കുന്നില്ലേ? ബണ്ണും ചാറും കഴിക്കുന്നില്ല. അതെ. അല്ല പാവപ്പച്ചി നിങ്ങൾക്ക് നിവിൻ പോളെ ഇഷ്ടാ? അല്ല പോയി പോയി പോളെ ഇഷ്ടല്ലാത്ത ആൾ പെൺപിള്ളേരോ? നിനക്ക് എന്താ ഇഷ്ടല്ലാത്ത? നല്ല ആക്ടറാണല്ലോ. എനിക്ക് പിന്നെ ആരും ഇഷ്ടം ദുൽഖർ സൽമാനാണോ ഇഷ്ടം? എന്റെ അമ്മയുടെ പ്രായമുള്ളവർക്ക് നെയ്മോളി കുറച്ചുള്ളൂ. ദുൽഖർ എന്റെ ഇല്ലില്ല, നിവിൻ പോളിക്ക് 40 ഉള്ളൂ. ദുൽഖറിന് 42 വയസ്സ്. ഇവൾക്കും 40 ഇല്ല. അപ്പൊ കുഴപ്പമില്ല. സെയിം ഏജ് കിട്ടും പെട്ടെന്ന്. അതെ. ദുൽഖറിന് ഏറ്റവും ഇഷ്ടമുള്ള പടം ഏതാ? മറ്റും പ്രേമൊന്നും പറയുന്നത് കേട്ടാ. ലോകയില് അവസാനം 2 മിനിറ്റാ. ഇവർക്ക് ലുക്ക് നോക്കിട്ടാണ് ലുക്ക് നോക്കി പ്രണയിക്കുന്ന ടൈപ്പല്ലേ നിങ്ങളൊക്കെ? സ്വഭാവം നോക്കാറില്ലല്ലോ. അവരാരുടെ പൊക്കുണ്ടോ, 6 പാക്ക് ബോഡി ഉണ്ടോ? ഞങ്ങളുടെ നീയുംബോളി ഉണ്ട. തടിയനായോണ്ടല്ലേ നീയുംബോളിന് ഇഷ്ടമില്ലാത്ത? അതല്ലേ അല്ല, എനിക്ക് ദുൽഖർ സൽമാനെ എനിക്ക് മലയാളത്തിൽ ആരെയും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ നിനക്ക് ഹിന്ദി കൊറിയനാവും. പക്ഷെ മറന്നുപോയി ഇപ്പൊ പേര് പറഞ്ഞു. BTS ഫാൻ ഗേൾ? പിന്നെന്താ ഇഷ്ടം? ഞാൻ മറന്നുപോയി. ആരാന്നൊന്നും മറന്നുപോയി. നിന്റെ ഇഷ്ടങ്ങളൊക്കെ പറ. ഞാൻ വിജയ് ദേവരെ കൊണ്ട തന്നെയാണ്. സോറി, വിജയ് സേതുപതി ഇഷ്ടമാണോ? അത് ഇഷ്ടല്ല, ആൾ തടിച്ചിട്ടല്ലേ? അടിച്ചാലും ഇഷ്ടമല്ല. വിജയ് ദേവരെ കൊണ്ട രശ്മിക ആൻഡ് വിജയ് ഓ, ദേവരെ ടോക്സിക് അമ്പളാര് ഇഷ്ടം കൊച്ചിന് മനസ്സിലായില്ലേ? മറ്റേ മലയാളം എനിക്ക് ഇഷ്ടം. നസറിയനെ ഇഷ്ടമാണ്, ദുൽഖറിനെ ഇഷ്ടം. നസറിയ. കല്യാണിയോ? ഫഹദ് ഫാസിലിനെ ഇഷ്ടാ? ഏയ് ആള് പട്ടയല്ല, ഇഷ്ടം ഉണ്ടാവില്ല. ലുക്ക് നോക്കി പ്രണയിക്കേണ്ട ടൈപ്പാണ് അവള്. എനിക്കിഷ്ടായി. പ്രണയിക്കുന്നൊന്നും ഇല്ലല്ലോ ചേട്ടാ. അവർക്ക് ഭാര്യയും ഭർത്താവും. ഇവന് ഇഷ്ടായിട്ടാ? ആരിഷ്ടായിരുന്നു? നിനക്ക് ആര് ഇപ്പല്ലേ പറഞ്ഞു നീ? ഇഷ്ടായില്ല. ഇവന് കൃത്യം ഇഷ്ടായത്. ഇല്ല, ഇവനാണ് ഇവന്. നിങ്ങളെന്തെങ്കിലും ചോദിക്കാൻ അടുത്ത്? ഞങ്ങൾ കുറെ ചോദിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളെന്തെങ്കിലും ചോദിക്കണം അങ്ങനെ അടുത്ത്? ഞാനല്ലേ ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നത്. നിങ്ങളെ ചോദിച്ചെത്ര നേരം? ആരെ ഇഷ്ടം? എന്താ ഇഷ്ടം? നിങ്ങൾക്ക് ആരെ ഇഷ്ടം? ഒന്നുമില്ല. ഇവര് നിന്നെ ഇഷ്ടം. ഇഷ്ടം പറയും. ഇവര് നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ പറ. കാര്യം പറ. അതല്ല, ആരെ ഇഷ്ടം? ആക്ടർ ആരോ ഇഷ്ടം? എനിക്ക് നെയ്യുമ്പോളി ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് നെയ്യുമ്പോളി നിവിൻ പോളെ ഇഷ്ടം, ഫാദിനെ ഇഷ്ടം. പിന്നെ ആരാ? കല്യാണിന് ഇഷ്ടമല്ല. ആ പെണ്ണുങ്ങളെല്ലാവരും ഇഷ്ടം. നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇതില് ഇടക്കിടക്ക് കേറാറുണ്ടോ? ഇല്ല. ആ ഇനി കേറണ്ടോ? എന്തിനാ? ഇല്ല, ഇനി അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മളൊക്കെ ഇല്ലേ. എനിക്ക് ബോറടിക്കും. ഞാൻ ബോറടിക്കും. അല്ലേ? എന്താന്ന്? ഇവിടെ ഇൻട്രോവേർട്ടാണ്. ഞങ്ങളും ഇൻട്രോവേർട്ട് തന്നെയാണ്. ഞങ്ങളെ ഞാൻ പറയട്ടെ, ഞങ്ങളിതിപ്പം
ഓൺലൈൻ ആയിക്കോട്ടെ വായത്തോട് സംസാരിക്കുന്നത് നേരിട്ട് തന്നെ മിണ്ടില്ല. ഞാൻ മിണ്ടു. നിന്നോട് മിണ്ടാ, നിങ്ങളോട് പുറത്ത് കണ്ട പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ എവിടാ? വീട്ടില് ഇവന്റെ വീട്ടില് സ്ഥലം തൃശ്ശൂർ പറഞ്ഞില്ലേ? എന്ത് എഴുതി വെക്കണോ? പോലീസ് കേസൊന്നും കൊടുക്കല്ലേട്ടാ, പോലീസ് കേസൊന്നും കൊടുക്കരുത്. ആരോടിപ്പോ പറഞ്ഞത്? തൃശ്ശൂരുകാരോട്. രാംനഗർ തേർഡ് സ്ട്രീറ്റ് പോകുന്നു. തേർഡ് സ്ട്രീറ്റ് ഇല്ല, എന്താ മിണ്ടാണ്ടിക്കോ? പ്രേംലാൽ അച്ഛൻ്റെ പേര്. ഇവന്റെ അച്ഛന്റെ പേര് കൂടി പറയട്ടെ. എടാ ഇത് ഓർമ്മയുണ്ടല്ലോ. പ്രേംലാൽ. ഇത് എഴുതി വെക്കണോ? അതെ. ആരോട് പറഞ്ഞു കൊടുക്കണേ? കാണിച്ചേ പറ്റത്തില്ല. ഇതെന്ത് എന്ത് ചോദിച്ചാലും പറ്റില്ല. മര്യാദക്ക് കാണിച്ചോ? നമ്പർ സ്കൂളിൽ കാണിച്ചോ? അടിയാകും കേട്ടോ. ടോക്സിക് ആട്ടാ. ദേഷ്യം പിടിച്ചാൽ കിട്ടില്ല, ദേഷ്യം പിടിച്ചാൽ കിട്ടില്ല. ഇവൻ മറ്റേ അർജുൻ റെഡ്ഡി അങ്ങനത്തെ ദേവർകൊണ്ടൻ ഇഷ്ടാ. അർജുൻ റെഡ്ഡി വൈഭവൻ. വിജയ് ദേവർകൊണ്ടൻ ഇഷ്ടല്ലേ? Disgusting. വിജയ് ദേവർകൊണ്ടൻ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് വെച്ചാൽ സിനിമ എല്ലാം ഇഷ്ടപ്പെടണമെന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവനെയാണ് ഇഷ്ടം. അവനെ ലക്ഷ്മി ലുക്ക് നോക്കിട്ട് പറഞ്ഞില്ലേ? അവനായിട്ട് നീ എന്താണ് ഈ പരിചയം? ക്ലാസ്മേറ്റ് ആണോ? എന്റെ രശ്മിയായിട്ട് അവൻ ചേരും, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. നിന്റെ രശ്മിയോ? നിന്റെ പെങ്ങളുടെ മോളോ? രശ്മിനെ അറിയോ? രശ്മി അറിയാതെ പെങ്ങളുടെ മോളെ പേര് പറയാൻ. Dear comrade. അങ്ങനത്തെ റൊമാൻസ് ആണോ ഇഷ്ടം? ഷർട്ടിന്റെ ഉള്ളിക്കോടെ കേറി കെട്ടിപ്പിടിച്ച്. എനിക്ക് അവരെയാണ് ഇഷ്ടം, അല്ലാതെ അവരുടെ സിനിമയൊന്നും. നിങ്ങൾ ലാപ്പാണോ യൂസ് ചെയ്യുന്നത്? യെസ്. നിങ്ങളത് ഇങ്ങനെ അവളൊന്ന് കാണിച്ചു. ഞങ്ങളുടെ വീട്ടുകാരുടെ ഡീറ്റെയിൽ കൂടി പറഞ്ഞു കൊടുക്കേണ്ടി വരും. തൃശ്ശൂര് ചെല്ലുമ്പോ കാണാന്ന്. ഇങ്ങനെ കാണാം. കൊറേ കാണും. ഒരു ഐഡിയ പറയോ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. വന്നാലും എങ്ങനെ അറിയാം? അതൊന്ന് കുറച്ച് റിമോട്ടോ. ദർശന സുദർശനോ? എനിക്ക് സുദർശനം അറിയോ? ദർശന. ഇവളുടെ പേരപ്പോ ദർശനാണോ അതോ തൃശ്ശൂരുകാരുടെ പേരാവില്ലേ? ദേവികാന്നല്ലേ, വേറെ ഒന്നുമില്ലല്ലോ പറഞ്ഞത്. തൃശ്ശൂരുകാരുടെ പേര് ദർശന. റിക്വസ്റ്റ് ചെയ്താ പേര് ദേവിക എന്നല്ല, അനഘ. ദേവി കള്ളം പറഞ്ഞല്ലേ, ഓർമ്മയില്ലേ? കൊറേ പേരായിട്ട് കൺഫ്യൂഷൻ ആയി. ഞങ്ങളുടെ പേര് ഓർമ്മയുണ്ടാ? പറഞ്ഞേ പറയടി. ഇവനറിയില്ലേ? ഇത് പാർത്ഥിവ്. അത് ഞാനാ പാർത്ഥിവ്. അതിന് കുണുവാവ. ആശിഷും അതെ അതെ അതെ, ഇവന്റെ പേര് മാത്രം മറന്നു അല്ലേ? രോഹൻ. ഇവിടെ ക്ലിയർ ആയില്ല. തപസ് ചെയ്താ കിട്ടും ഇവര് ചുള്ളൻ ചെക്കനെ. കഞ്ചാവ് കഴിക്കുന്നത് ഇവര് കാണുന്നൊരു കുറ്റം. കഞ്ചാവ് വേണോ? വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? വേണോ? തരില്ല. ഓ ആവശ്യമില്ല, അവിടുന്ന് കിട്ടൂലോ. നമ്മള് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ അല്ലേ അവിടുന്ന് കിട്ടും. ഞങ്ങളങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല. എന്താന്ന് ഡീസന്റ് ആയവരെന്നെ കഞ്ചാവ് പിടിക്കാം. പക്ഷെ ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. അല്ല അല്ല, ഈ ബ്ലാക്ക് ടീഷർട്ട് ചിലപ്പോ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. റീബുവിനെ പരിചയമുണ്ടാവും ചിലപ്പോ. ഒരുപോലത്തെ 5-6 പേര് കാണും. കൊല്ലത്തിലടി അവളുടെ വീട്. കൊല്ലൊന്നുമില്ല. ഞാൻ കൊല്ലമൊന്നുമല്ല, പത്തനംതിട്ട. ഓ സോറി. അതും കള്ളം പറഞ്ഞു.
അതൊക്കെ ഇങ്ങനെ ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. എറണാകുളത്തെല്ലാം വന്നിട്ടുണ്ട്. ആര്? ഇവനാ ആ ഞങ്ങളെല്ലാവരും എറണാകുളത്ത് വന്നു. ഞാൻ അവിടെ പഠിക്കായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ ആയിരുന്നു. ആ അപ്പൊ കണ്ടുണ്ടാവും. വഴികൾ പോകുമ്പോ ഇങ്ങനെ വായി നോക്കിയപ്പോ കണ്ടുണ്ടാവും. ഞാൻ പിന്നെ എങ്ങനെ കണ്ട ഇവ വായ നോക്കാറില്ല അല്ലേ? മറ്റേ ഈ വൈറ്റ് ഷർട്ട് ഇട്ട ചെക്കനെ കാണാൻ എനിക്ക് പണ്ട് ഇഷ്ടമുള്ള ഒരു സീരിയലിലെ ചെക്കനെ പോലെ. ഓ, അത് ശരി. അല്ലേ സീരിയലാ? ഏത് ചന്ദനമഴയാ? പണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. പേര് പറ. അവന് സമ്മതം. കുങ്കുമപ്പൂവ്. സേനിമാൻ നോക്കിക്കോ, സേനിമാൻ. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താന്ന് ഇല്ലേ? ആണ്ടോ സേനിമാൻ നോക്കിക്കോ. എന്താന്ന് മലയാളാണോ? അല്ല അല്ല അല്ല, ഹിന്ദി സീരിയല. നാം കർണ. മനസ്സിലായി. ഗായക ഇടയ്ക്ക് പറയണ്ടാ. ഏതാണ് നാം? നാം കർണ. നാം കർണ. ലുക്കുള്ള ചെറുക്കനെ നമ്മുടെ ബാറ്റിൽ ഇരിക്കുന്ന കേട്ടാ. എത്ര പെൺപിള്ളേരാണ് എന്റെ പുറക്കുണ്ടായിരുന്നു. എത്രയാ? ഇല്ല 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 ഇല്ല. നോക്ക് നോക്ക്. എന്ത് നോക്കാൻ? പേര് പറ. ആ സേനിമാൻ. CID മാനാ? സെയിൻ അടിക്ക്, സെയിൻ. നീ ചാറ്റില് സ്പെല്ലിംഗ് അടിക്ക് ചാറ്റില്. ഓക്കേ ഓക്കേ ഓക്കേ. ഇപ്പടിക്കലാണ് അടിച്ചോ നോക്കി അടിച്ചോ. ഈ പേരടിക്ക്. സൈനിമാൻ. ഇത് മറ്റേ സൈൻ മാലിക്കല്ലേ? അല്ല. സെയിൻ മാലിക്കാൻ വഴിയില്ലേ? നീ അടിച്ചു. നമ്മൾ രണ്ടുപേരും മാത്രം പെൻസിലെത്തുള്ളൂ. രണ്ടുപേരും കാണാൻ. ഇയാളാണോ? അല്ല, ഇൻസ്റ്റയിലല്ല. ഇയാളാണോ? നോക്കും വെറുതെ ചവിട്ടി ഞാൻ നോക്കുന്നു. നോക്ക്. ആ, ലവൻ തന്നെ, ലവൻ തന്നെ. എന്താണ് ഈ ലുക്കുള്ള പയ്യൻ ഇവനും? ഈ photo നീ ഒന്ന് ക്യാമറയുടെ അടുത്ത് പോയി നിൽക്കടാ. ആ, അതാ, 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 അതാ. ആ കണ്ട്. ഉണ്ട്, നല്ല ചായ ഉണ്ട്. നല്ല ചായ. നല്ല ചായ ഉണ്ട്. ഇല്ലേ? ആ ഞാൻ പറഞ്ഞു നല്ല ചായ ഉണ്ട്. അവളും പറഞ്ഞു, ദർശനയും പറഞ്ഞു. ഇതാ നീ ഒന്ന് എടുത്തേക്ക് വന്ന് വേണ്ട. നീ മര്യാദ കണ്ടിട്ടില്ല തോന്നുന്നില്ലേ? അവിടെ ഉണ്ട്. നീ ഇവൾക്ക് തോന്നിയിട്ടില്ല. ഒരു മിനിറ്റ് ഈ ദൈവികല്ലേ? ഫോട്ടോ നോക്ക്, ഈ ഫോട്ടോ ആ ശരി ഇല്ല. അപ്പോ അവളുടെ അടുത്ത് പറ ഇല്ലാന്ന്. ഉണ്ട്. ആ ശരി ഉണ്ട്. അവള് പറ. ജലസടിച്ചോട്ടാ. ഞങ്ങളൊന്നും നല്ല പറഞ്ഞില്ല. ഇവനെ മാത്രം എന്നാ പറ ഉണ്ടാ? ഇല്ലേ? ഹിന്ദി ഉണ്ടാ? സ്വന്തം അനിയനെ തോന്നിയില്ല. പിന്നെ നിനക്ക് അവള് പറ. ഈ വട ഇറക്കാം, നിനക്ക് ഓർമ്മ. പണ്ടേ വിടായിപ്പാ. അതന്നെ പണ്ടേ ഉണ്ടായി. അങ്ങനെ പണ്ടേ അറിയോ? അപ്പോ അസൂയ ചെറുക്കന് കേട്ടോ. ആടാ സത്യം. മറ്റേ കൊച്ചു പോയാ? പൂജയാ? എന്തായിരുന്നു എന്റെ പേര്? അംബികയാ? വസന്തിയാ? എന്തുണ്ടായിരുന്നല്ലോ? ദർശന. ആ ദർശന. ദർശന വാസന്തി. പാബന്തിയോ? വാസന്തിയാ? വാസന്തി. ബുക്കാറോ ചിന്ന കുട്ടി. സമയം എത്രയാണോ? മുഹമ്മദ് ഹാഫിസ് സഫയില്. ഞങ്ങള് പാർട്ടി പ്രവർത്തകരൊന്നും അല്ല കേട്ടാ. നിന്നെ കണ്ടിട്ട് ഇവിടെ ആരുടെ പോലെ ഉണ്ട്. ആരെ കണ്ടിട്ട്? ഈ റോഹാനെ. ആരുടെ പോലെ തോന്നണേ? അവളേട്ടന്റെ പോലെ. ഏട്ടനാണോ? കാണിച്ചതില്ല. വലിയേട്ടനാ? വലിയേട്ടൻ. എന്തായാലും സിനിമ നടക്കുന്നല്ലോ. അപ്പൊ പിന്നെ വേണ്ടാക്കി. അവന് സീരിയൽ നട ഇരിക്കുന്നിട്ട് സീരിയലൊന്നും അല്ല, ഇത് ഇവളുടെ അതുകൊണ്ട് വേണ്ടെന്ന്. അവൻ ലുക്കുള്ള അതിൽ കളിച്ചാൽ മാത്രമേ അവൻ അതെ. അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒന്നുമില്ല. കാണിക്ക്. അരമണിക്കൂർ നല്ലപോലെ നിൽക്കുന്നത് ശരിയാ, താടി രോഹന്റെ പോലെ. താടി മാത്രം. ക്ലിയർ ആവണല്ലോ. ഇല്ല, താടി മാത്രം ഇൻസ്റ്റയിൽ അയച്ചാൽ മര്യാദ ക്ലിയർ ആവണില്ലേ ഫോട്ടോ? ഇല്ല ശരിക്കും. നിങ്ങളുടെ ഫ്രണ്ടാ? ആ അത് അവളുടെ ലവറിന്റെ ഫ്രണ്ടാ. ലവറിന്റെ ഫ്രണ്ട്. അപ്പൊ മതി കഴിഞ്ഞു. അപ്പൊ നീ പോ.
പിന്നെ ഇതില് ഇതുപോലെ ആൾക്കാരെ കിട്ടാറുണ്ടോ? അത് കാണിച്ചു. ദേ, വേണ്ട എന്താ ചിരിക്കണേ? വേണ്ട, വേണ്ട, ഐ, വേണ്ട. കാണിച്ചാ അല്ല ക്ലിയർ ആവണില്ല. ഇൻസ്റ്റയിൽ അയച്ചാ മതി. ഇതാണ് അവളുടെ ചെറുക്കൻ. ലെഫ്റ്റിലത്തെ അല്ലേ? ഇവർക്ക് ലെഫ്റ്റ് തന്നെയാണോ? അതിൽ ഓർമ്മ അവളുടെ ചെറുക്കനാ. ആ ടീഷർട്ടില് പ്രിന്റ് ഉള്ള നമുക്ക് ലെഫ്റ്റും ഇതും വ്യത്യാസം വരും. എവിടെയാണ് നിന്റെ ചായ അവളുടെ റൈറ്റ് നമ്മുടെ ലെഫ്റ്റ്. മരിച്ചു കിടക്കും. മരിച്ചു കിടക്ക്. ആ, ആര്? ഒരു പാട്ട് പാടി തരുമോ? ചോരയെ. റോഹന്റെ പാട്ട് പാടി കൊടുക്കാൻ ഇവര് റോഹന്. പാട്ട് എനിക്ക് പാടാൻ പറ്റില്ല. ഏയ് സൗണ്ട് കേട്ടറിയാൻ നന്നായിട്ട് പാടുന്നു. എനിക്ക് പാടാൻ പറ്റില്ല. അയക്കല്ലേ. കൊച്ചു കോളേജിൽ ഡാൻസ് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. ഞാൻ ഡാൻസർ. ഞങ്ങൾ എന്നിട്ട് ഡാൻസേഴ്സ്. ഡാൻസ് കളിച്ചേ? ഇല്ല, ഞങ്ങൾ മാഗസീൻ്റെ ഒക്കെ ഡാൻസ് കളിക്കും. റിപ്പബ്ലിക് ഡേക്കാ എന്നാന്ന് സൗണ്ട് മാഗസീൻ്റെ. മാഗസീൻ്റെ അതെന്താ? മാഗസീനിലെ ഫോട്ടോ വരാനാ? അതന്നെ. പിന്നെ ഇതുപോലെ ഇങ്ങനെ കിട്ടാറുണ്ട് ആൾക്കാരയില്? ഇല്ല. നമ്മള് 10ാമത്തെ നമ്മള് കുറച്ച് കുറച്ച്. ഇത്ര വൈബിള പിള്ളേർക്ക് ഇത്ര തപസ് ചെയ്താ കിട്ടൂടാ. എന്നെ പോലത്തെ കിട്ടില്ല. പിന്നെ നിങ്ങൾക്കപ്പൊ കൊറേ പേരെ കിട്ടിയോ? പെണ്ണുങ്ങളെ ഒക്കെ ചെറുക്കന്മാരാ. ആദ്യമായിട്ട് ഒരു പെണ്ണിനെ കിട്ടി. ആദ്യം ഒരു പെൺകുച്ചിനെ കിട്ടണത്. അത് നല്ലൊരു പെണ്ണിനെ കിട്ടി. പെണ്ണുകളെ കിട്ടാറുണ്ട്, പക്ഷെ നല്ല പെണ്ണിനെ ആദ്യമായിട്ട് കിട്ടണ. ഓ ആ മതി. എന്ത് മതി? ഉള്ളതല്ലേ. സുഖിച്ചു. ഞാൻ അതെ, കൊറേ ആയി. ഇങ്ങനെ പോയി അവളെ നീ വളച്ചെടുക്കരുത്. എന്നാലും അവനെ കാണാൻ സീരിയൽ നെഞ്ച് നമ്മളെ കാണുന്നത്. എന്നാ നമുക്ക് പോയാലോ? ഇങ്ങോട്ട് പോയാലോ? അടുത്ത ആളെ ഇനി വേണമെങ്കിൽ പൊക്കോ. ഇത് എടുത്തു വെച്ചോ? നിങ്ങൾ നോക്കോ? അല്ല ഇത് എടുത്തു വെച്ചോ. എന്തിനു ഇനി? നോക്കോ? ശരി, ബൈ ബൈ. നൈസ് ടു മീറ്റ് യു ഗൈസ്. ബൈ ബൈ ബൈ. എന്ത് പോതെടുക്ക എന്റെ കൂടെ പോയി. ഇനി എനിക്ക് പണ്ട് ഇവിടെ